പോഡ്കാസ്റ്റ് തുടങ്ങാം. നമ്മള് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പേർക്ക് നിങ്ങൾ മടിക്കണം, നിങ്ങൾ തുറന്നടിച്ച് അടുത്തതായിട്ട് നമ്മള് അറിയാൻ പോകുന്നത് ചെറുപ്പത്തിൽ ഇവൻ ഒരുപാട് ട്രോമാസ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇവനെ കുറെ മാമന്മാര് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് കേട്ടോ. ഇവനെ ബസ് എന്തോ അല്ല ട്രെയിനാ കാറിന്റെ സൈഡിൽ സൗദിയില് അന്ന് മലയാളി ആയതുകൊണ്ട് അമ്മയും അമ്മ വിളിച്ച് ആരും കണ്ടില്ല. അറബികളുള്ള സൗദിയില് ഒരു വെള്ളത്തോപ്പ് ഇട്ടുണ്ട് ഒരു ചങ്ങായി. അന്നെ അറിയാത്ത ആളാ? മൂപ്പര് അവിടെ നിന്നാണ് വണ്ടി ഇരുത്തിയാണ്ട് എന്നെ വിളിച്ചു. ഡിക്കിന്റെ അവിടെ ഇങ്ങനെ കയ്യാക്കാൻ പറഞ്ഞു. മൂപ്പര ഡിക്കിന്റെ എന്നിട്ട് ഞാൻ ഡിക്കിന്റെ അവിടെ കയ്യച്ചു. മൂപ്പരിന്റെ ബാക്കിൽ നിന്ന് നിന്നുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ മേത്ത് തടയണ മാതിരിയൊക്കെ തോന്നി. പിന്നെ മൂപ്പര് അങ്ങനെ ഇതാക്കിയപ്പോൾ എനിക്ക് ആകെ ഒരുമാതിരി നെഗടിച്ചു. ഞാൻ അപ്പം തന്നെ വരി പോയി. ഞാൻ പിന്നെ പനോടൊക്കെ പറഞ്ഞു വണ്ടിയൊക്കെ എടുത്ത് അടിക്കാമെന്ന് മൂപ്പരെ. ഒത്തിരി മൂപ്പര് അവിടുന്ന് മൂന്ന്. അങ്ങനെ പിന്നെ അതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ അതെന്താ വെച്ചാൽ എല്ലാ ചെക്കന്മാർക്കും ഉണ്ടാവുന്ന ഒരു സംഭവം. ഗേൾസിനും ഉണ്ടാവാനാണ് പറയാൻ മടിന്റെ ആവശ്യം. ബോയ്സിനായാലും ഹരാസ്മെന്റ് അത് സത്യം. നമ്മൾ ഒരു ഹോട്ടലിൽ വേണ്ടി സംസാരിക്കും. ഇവർക്കൊക്കെ ഉണ്ട് ആ ബായൊക്കെ കാര്യമാണ്. ബായിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിക്കണം. ഞങ്ങളെ നമുക്ക് പോഡ്കാസ്റ്റ് തുടങ്ങാം. നമ്മള് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പേർക്ക് നിങ്ങൾ മടിക്കണം, നിങ്ങൾ തുറന്നടിച്ച് പറയും. എല്ലാവരോടും പറയും, അമ്മമാരോടും നാട്ടുകാരോടും. നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ഫുള്ള് സ്റ്റോറി ഒക്കെ എടുത്തിട്ട് ഇന്ന് തൊട്ടു ഫുള്ള് മൊത്തം പറയും. എല്ലാവരോടും പറയും. പാടി നടക്കുന്നത് നിങ്ങൾക്ക് ട്രോമാസോ അല്ലെങ്കിൽ അൺടച്ചബിൾ ആവാൻ അനാവശ്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിവീൽ ചെയ്യും. ഇന്നത്തെ 90s കിഡിനോട് എനിക്ക് പറയാം, 90s കിഡിന് കാസ്റ്റ് ആയിരുന്നു പ്രശ്നം, 20s കിഡിന് പാസ്റ്റാണ് പ്രശ്നം. സോ അതെ, അപ്പോൾ റിലേഷൻസ് ഒക്കെ ഇവിടെ മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഡൈവേഴ്സൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. ഞാൻ പറയട്ടെ, നമ്മളെ വല്യപ്പാരും ഇവരോട് ആരും അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. നമ്മളെ വല്യപ്പാരും ഉപ്പാരൊക്കെ കുറെയൊക്കെ ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ഒരു അങ്ങനെ ഇതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഫെമിനിസ്റ്റുകളൊക്കെ പറയണ ഫെമിനിസ്റ്റ് അല്ല. അന്നത്തെ കാലത്ത് പെൺകുട്ടിയൊക്കെ എന്താ പറയുക ഓപ്ഷൻ ഇല്ല. ഇപ്പം അവന്റെ അമ്മനോട് എനിക്ക് ചോദിച്ചാൽ പറയാം, അമ്മയ്ക്ക് നല്ലോണം പഠിച്ചിനിപ്പോൾ എന്തേ ആവേനെന്നൊക്കെ എൻ്റെ അമ്മ പറയും. ചോദിച്ചു കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വാപ്പനെ പേടിയാ. പക്ഷെ ആ അഡ്ജസ്റ്റ്മെന്റ് മുതൽ തുടങ്ങി ഒരു അഡ്ജസ്റ്റ്മെന്റ്. അതന്നെ ഞാൻ പറയും. ഇപ്പം പെണ്ണുങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, അവർക്ക് പറക്കണം എന്നുള്ള ചിന്ത ഉണ്ട്. ഈ ബോയ്സിന്റെ മൈൻഡിൽ ഇപ്പോഴും 90s കിഡിന്റെ തിങ്കിങ് ഉള്ളതുകൊണ്ടാണ് ഒരു ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് ഈ പഴയ പെണ്ണുങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യില്ല. ഫെമിനിസ്റ്റുകൾ വന്നതോടുകൂടി ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മൈൻഡിൽ ഒരു ചിന്ത ഉണ്ട്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല. പക്ഷെ ഞാനൊക്കെ സീരിയസ്ലി ഞാൻ റെഡിയാണ്. ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യലോ. സോ ഗൈസ്, ഞാനും ബ്രോക്കുട്ടനും കൂടി പോഡ്കാസ്റ്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പം അത് വേണമെന്നുള്ളൊരു ലൈക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ പറയാം നിങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങണം. അപ്പോൾ ഗൈസ്, എന്തായാലും പോഡ്കാസ്റ്റ് ഇൻഷാല്ലാ സൂൺ നമ്മൾ ഇറക്കും. And also see you in the next video. Until then, Ashab's cap. Guys, ഇവൻ്റെയൊക്കെ ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിപ്രഷൻസ് ട്രോമാസ് കടന്നു കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിൽ ഒരുപാട് ബാഡ് ടച്ച് ആയിട്ട് മാമന്മാരെ അങ്ങനെയൊക്കെ അവനെ കൊണ്ടുപോയിരുന്നു. അവന് മീനെ കൊടുക്കാറ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വിലപ്പെട്ട ആളുകളുമായി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് എന്നോട് ചെയ്തോ. ഇവനൊക്കെ ചിരിക്കൂട്ടെ ഗൈസ്. അങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായില്ല, നിങ്ങളാർക്കും വേണ്ടായിരുന്നു. ഇവനൊക്കെ എത്ര ആൾക്കാർ കഥകൾ അറിയാൻ നിങ്ങൾ യൂട്യൂബ് ചെക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വ്ളോഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രോമയോ